ആദ്യത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. തലേദിവസം കുതിർത്ത് വെച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കാം കേട്ടോ. അതിലേക്കില്ലേ 1.5 കപ്പ് ചോറ്, വേവിച്ച അരി ഉണ്ടാവില്ലേ, നമ്മൾ ചോറ് വെച്ചരി, അത് ഉപയോഗിക്കുക. അത് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുക. ബോയിൽഡ് റൈസ് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പച്ചരിയും ചോറും മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഞാനിത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സുജാതൻ്റെ മിക്സി ആകുമ്പില്ലേ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അരി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ, നല്ലോണം അരിഞ്ഞിട്ടും. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം അരച്ചിട്ട് മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല, എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് ഉണ്ടാവാൻ. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. നല്ല ലൂസും വേണ്ട, എന്നാൽ നന്ന കട്ടിയും വേണ്ട. ദോശ ചുട്ടെടുക്കാനാണ്. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈല് ദോശയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ദോശയായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പാനിൽ വലിയ ദോശയായിട്ടും ഇത് ചുട്ടെടുക്കുക. നമ്മളിൽ പണ്ടെല്ലാം സ്കൂളിലെല്ലാം ഉമ്മെല്ലാം ടിഫിൻ ബോക്സിലേക്ക് അധികവും തരുന്നൊരു ഐറ്റമാണ്. നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ഈ ദോശയും പിന്നെ പത്തിരിയും. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ കൂടെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് മുട്ട കൊട്ടാളം. നമ്മൾ മുട്ട കൊട്ടാളം എന്ന് പറയും, എഗ് ബുർജില്ലേ അത്. അതിനായിട്ട് ഇതാ ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രം ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളി, 2 തക്കാളി, 2-3 അല്ലി വെളുത്തുള്ളി നിർബന്ധമില്ല, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റി പേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഇനിതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ എല്ലാം ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ പ്ലെയിൻ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നില്ലേ ഞാനിതാ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ ദോശയും കൂടി ചുട്ടെടുക്കലാണ്. ഈ ഒരു തവയിൽ നല്ലോണം ചൂടാണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മാവിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് എക്സ്ട്രാ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. പിന്നില്ലേ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. തീയിൽ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ടാണ് ഇത് കുക്കാക്കി എടുക്കാൻ. മാവ് ഒഴിച്ച ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും, നല്ല ഭംഗിയിൽ കിട്ടൂല. അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഓടുന്ന നമ്മൾ പറയല് ഓടിൽ നിന്നും മാറ്റിയെടുക്കുക കേട്ടോ. പിന്നില്ലേ ഇത് നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഗ്രീൻ പീസ് കറി, ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയാണ്. എന്നാൽ സ്കൂളിലേക്ക് കുട്ടികൾക്കെല്ലാം കൊണ്ടുപോകും പെട്ടെന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മടി പിടിച്ച ദിവസമല്ലാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ പച്ചരി കുതിർത്തതും വേവിച്ച് വെച്ച ചോറ് ഫ്രിഡ്ജിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു ദോശ ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് എഗ് ബുർജി. ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ആക്കിയിട്ട് കൊടുക്കുക. അപ്പം മടിയെല്ലാം പിടിച്ച ദിവസം അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കാത്ത ദിവസം എല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതാ 2 ഭാഗം കുക്കായിട്ട് വന്നേരം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ് കേട്ടോ. ഇതില്ലേ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കി രാത്രി വരെ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് കുറയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ അളവ് 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചോറന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എല്ലാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കളർ വേണം അല്ലാന്നുണ്ടെങ്കിൽ എരിവ് വേണം അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പാർട്ടി വ്ളോഗല്ലേ ചെയ്തേ, അതിൽ എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിന് ഇർഫാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി ഏതാന്ന്, നല്ല റെഡ് കളർ ഉണ്ടല്ലോ എന്ന്. നമ്മളിൽ മുളക് വാങ്ങുമ്പോൾ മുത്ത് കളഞ്ഞ മുളക് വാങ്ങിയിട്ട് അങ്ങനെ പൊടിക്കലാണ്, അതുകൊണ്ടാണ് നല്ല റെഡ് കളർ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുളകിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 5 മുട്ട, 5-6 മുട്ട നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് മുട്ട ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയിലയും അല്ലാന്നുണ്ടെങ്കിൽ പുതിനയില എല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടില്ലേ ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക.
ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് വലിയ വലിയ പീസായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ മിക്സ് ആക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ തരികളായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ലൊരു സ്മെല്ലല്ലോ ആണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും ചിലപ്പോൾ നമ്മൾ രാവിലെ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കൂലേ, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരാണെങ്കിൽ എന്തായാലും കുട്ടികൾക്കൊന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ ഇതാ ഞാൻ ടിഫിൻ ബോക്സിലേക്ക് വിളമ്പി കൊടുക്കലാണ്. പിന്നില്ലേ നമ്മൾ പാരൻസ് ആവുമ്പില്ലേ കുട്ടികൾക്ക് ഇതുപോലെ രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും ചൂടോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഉച്ചയ്ക്ക് കഴിക്കുമ്പില്ലേ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഉമ്മ ഇതുണ്ടാക്കി തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില കുട്ടികളൊന്നും ടിഫിൻ ബോക്സ് കൊണ്ടുവരത്തില്ല എന്നെല്ലാം പറയലുണ്ട്. രാവിലെ അവർ ഉമ്മ ഉണ്ടാക്കി കൊടുക്കലില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് പിറ്റേ ദിവസം ചൂടാക്കിയിട്ട് കൊടുക്കലാന്നെല്ലാം. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കട്ടെ. നമ്മൾ മടിയൊന്നും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചൂടോടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊടുക്കാൻ പറ്റും. അതെല്ലാം എന്താ പറയുക, അതെല്ലാം ഒന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളെ കുറിച്ചിട്ട് ഓർമ്മിക്കാനുള്ള കാരണങ്ങളാകാം. നമ്മളിപ്പോൾ ഓർക്കുന്നില്ലേ നമ്മൾ ഉമ്മമാർ ചെറുതിൽ ഫുഡെല്ലാം ഉണ്ടാക്കി തന്നതെല്ലാം. അപ്പം നമ്മളെ കുറിച്ചിട്ടും നമ്മളെ കുട്ടികൾക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, നല്ല ഓർമ്മകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ അടുത്ത റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ തലേ ദിവസം തന്നെ ചിക്കനെല്ലാം കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് എന്താ പറയുക 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 1 മുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ചിക്കൻ്റെ ബോൺലെസ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ടാക്കിയിടാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഹണി ഗാർലിക് ചിക്കനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. രാവിലെ എല്ലാം നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിലേ കുട്ടികൾക്ക് ഇതുപോലെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം, നിങ്ങൾക്ക് എത്രയാണോ മുളക് പൊടി വേണ്ടത്, നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് എന്താ പറയുക മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്. ഒന്ന് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കോൺഫ്ലോറും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങയോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനെഗറോ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കുക. തലേദിവസം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പും മുളകെല്ലാം പുരട്ടി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്കൊന്ന് ഫ്രൈ ആക്കേ വേണ്ടൂ. ഞാനിപ്പോൾ ഇത് രാവിലെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതോ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു ചിക്കനൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറിനോ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാം. ഞാനിതാ 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വന്നേരം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനിയിപ്പം അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കില്ലേ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് എന്താ പറയുക വറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് കുക്കായിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേനില്ലേ ഹണി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനില്ലേ ഫ്രൈ ആക്കി വെച്ച ചിക്കന് എല്ലാം കൂടി ഇതിലിട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ തേനിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതിലൂടെ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്ത്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ടിഫിൻ ബോക്സ് റെഡിയാക്കലാണ്. ഒരു ഭാഗത്തായിട്ട് കുക്കുംബർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റൈസ് വേണമെന്നുണ്ടെങ്കിൽ ഊറ്റിയെടുത്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നെയ്ച്ചോറ് ആ ഒരു രീതിയിൽ തന്നെ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വറ്റിച്ചെടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു ഹണി ഗാർലിക് ചിക്കന് ആരും ട്രൈ ആക്കാത്തവരാണെങ്കിൽ ട്രൈ ആക്കി നോക്ക്. അടിപൊളി ടേസ്റ്റിയാണ്. പിന്നെ തലേ ദിവസമെല്ലാം നമ്മളിങ്ങനെ ചിക്കനിലെല്ലാം മുളകും കാര്യങ്ങളെല്ലാം ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാലില്ലേ നമുക്ക് പിറ്റേ ദിവസം രാവിലെ കുറച്ച് ഗാർലിക് എന്താ പറയുക ചിക്കന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് തേനും സോയാ സോസും എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനെല്ലാം റെഡിയാക്കി എടുക്കുന്ന പോലെ റൈസും അങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈസി അല്ലേ, സിമ്പിൾ അല്ലേ, അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ആക്കി നോക്കാം.
ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി ഞാൻ റെഡിയാക്കുന്നത് ഇറച്ചിച്ചോറാണ്. അതിനായിട്ട് 3-2 ഉള്ളി എടുക്കുക, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, 2-3 തക്കാളി, കുറച്ചധികം മല്ലിയില പുതിനയില എടുക്കുക. പിന്നെ ബീഫും കൂടി എടുത്തിട്ടുണ്ട്. ബീഫ് എല്ലോട് കൂടിയത് വേണം എടുക്കാൻ കേട്ടോ. ഞാനിതാ കുക്കറിലേക്കില്ലേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ കട്ടാക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക, മല്ലിയില പുതിനയില, മല്ലിയിലും പുതിനയിലും കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഇതാ കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫിലും ചെയ്തെടുക്കുക, ചിക്കനിലും ചെയ്തെടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് ഇതാ ഞാൻ 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം 1 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് മുളക് പൊടി വേണം. അത് 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു ഇറച്ചിച്ചോറിലേക്ക് കൂടുതൽ വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരോ ടീസ്പൂൺ വീതം വന്നിട്ട് എല്ലാം ചേർത്ത് കൊടുക്കണ്ടേ. കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ അവസാനമായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ബീഫിലേക്ക് എല്ലാ മസാലയും എല്ലാ ഐറ്റംസും പിടിക്കുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിക്ക്. നല്ല ടേസ്റ്റാണ്. ഇതിൽ ടിഫിൻ ബോക്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനെല്ലാം അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. ഈ ഒരു ഇറച്ചിച്ചോറ് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബിരിയാണിനെക്കാട്ടി അടിപൊളി ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയൂല. ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പം ബിരിയാണി ഓളെത്തൂലെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. ഇനിയിപ്പോൾ ഇതാ റൈസ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 2 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ഒരു ടേബിൾ സ്പൂണ് ഗീയും 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു ഉള്ളി ഒന്ന് ഞാൻ ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്താ പറയുക അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നോ അതിനനുസരിച്ച് വെള്ളവും അരിയും എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇത് വെള്ളം തിളക്കുന്ന ടൈമിൽ ഇതിലേക്ക് കറാമ്പൂ പട്ട ഏലക്ക ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എല്ലാം കൂടി ഇതുപോലെ ബബിൾസ് വരുന്ന ടൈമിൽ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലെ നമുക്ക് എന്താ പറയുക ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ബീഫിൻ്റെ മസാലയില്ലേ അതും കൂടി കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 8-7 വിസിൽ നിങ്ങൾക്ക് എത്ര ബീഫ് കുക്കായിട്ട് വരണം. നിങ്ങൾ ബീഫ് കറി സാധാരണ എത്ര വിസിൽ വരെ അടുപ്പിക്കൂ അത്രയും അടുപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഞാൻ 7 വിസിലോ 8 വിസിലോ ആണ് കേട്ടോ ബീഫിനെല്ലാം എടുക്കുക. ബീഫ് മട്ടനെല്ലാം ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ റൈസും കുക്കായിട്ട് വന്നിട്ടുണ്ട്. റൈസ് ഫുള്ളായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അത്രയും കുക്കായിട്ട് വരണ്ട കേട്ടോ. അതിലും കുറച്ച് ഹാഫ് വേവായി കഴിഞ്ഞാലില്ലേ അതിലേക്ക് നമ്മുടെ ഈ ഒരു മസാലയില്ലേ ഇറച്ചിച്ചോറിൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പം ബീഫിൽ കുറച്ചധികം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലല്ലേ ചെയ്തെടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം എടുത്താലും മതി. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്കാക്കി എടുക്കുക കേട്ടോ. എന്താ പറയുക കുക്കാക്കി എടുക്കുക. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡിയാവും. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗീയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ഗീൻ്റെ ഒരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. ഉച്ചക്കോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ ടിഫിൻ ബോക്സിലേക്കെല്ലാം കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. നമ്മളില്ലേ ബീഫെല്ലാം കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു സുബീൻ്റെ ടൈമിൽ എണീക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ചൂടോടെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് പ്ലേറ്റിലും കൂടി സെർവ് ചെയ്തിട്ട് കാണിച്ചതാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു പാത്രം ഓപ്പൺ ആക്കുമ്പം. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. എന്നാലും ഇന്നെന്താ നാളെന്താ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന പാരൻസിന് വേണ്ടിക്കല്ല എന്നുണ്ടെങ്കിൽ ഉമ്മമാർക്ക് വേണ്ടിക്ക് ഉണ്ടാക്കിയെടുത്ത ഐറ്റംസാണ്.
നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇനിയിപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിലേക്ക് റെഡിയാക്കി കൊടുക്കലാണ്. ഇതിലേക്കില്ലേ കുറച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം വിനെഗർ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സലാഡ് പരുവത്തിലാക്കിയിട്ടാണ് കേട്ടോ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി മാത്രം കട്ടാക്കിയിട്ട് അതിൽ കുറച്ച് വിനെഗർ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കൂലേ, അതുപോലെ അത് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ സെർവ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് സലാഡ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കക്കിരിയും ചെറിയ ടൊമാറ്റോയും ഉള്ളിയും കൂടി ഒന്ന് കട്ടാക്കിയിട്ട് അതിലേക്ക് വിനെഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എന്തായാലും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ സൈഡിലായിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരിൽ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നില്ലേ ഇതെല്ലാം ഞാൻ 2 വർഷം മുന്നേ എൻ്റെ ഒരു വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്ത റെസിപ്പീസാണ്. ഒരുപാട് പേര് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയ റെസിപ്പീസ് തന്നെയാണ്. എന്നാലും ടിഫിൻ ബോക്സ് റെസിപ്പീസ് കാണിക്കൂ ഇർഫാന എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ആക്കിയതാണ്. അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ആക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിഫിൻ ബോക്സ് റെസിപ്പിയിലേക്ക് ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലെ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ ഫ്രൈഡ് റൈസ് റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. ഫ്രൈഡ് റൈസും രാവിലെ ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കാര്യം നമ്മൾ മടിയിലുള്ളവരാണെങ്കിൽ തലേ ദിവസം തന്നെ റൈസില്ലേ ബസ്മതി റൈസ് ഒന്ന് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ പെട്ടെന്ന് കുറച്ച് വെജീസും മുട്ടയും എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ റൈസ് തട്ടിക്കൊടുക്കാൻ മാത്രമേ വേണ്ടി. ഇതിലേക്ക് ഞാൻ ചിക്കൻ എല്ലാം കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഇർഫാന ഷംഷീർ ഡ്രാഗൺ ചിക്കൻ റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും. ഏതൊരു പാർട്ടി വ്ളോഗിലെങ്ങാനും അന്ന് ഞാനിത് ചെയ്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് സ്റ്റാർട്ടർ ഐറ്റം കൊടുക്കുന്ന ഐറ്റമാണ്. പക്ഷേ ഇത് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ ചിക്കനെല്ലാം നമ്മൾ തലേ ദിവസം കഴുകി ക്ലീനാക്കി അതിൽ മസാലയും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്തൊന്ന് ഫ്രൈ ആക്കിയേ വേണ്ടു. അത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ചൂടോടുള്ള ഐറ്റംസ് കൊടുക്കാം. തലേ ദിവസത്തെ ഐറ്റംസോ അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഫുഡോ അല്ലാന്നുണ്ടെങ്കിൽ മടി വിചാരിച്ചോ ഒന്നും കൊടുക്കാത്ത ഉമ്മമാരെല്ലാം ഉണ്ട്. കുട്ടികൾ വന്നിട്ട് അങ്ങനെ പറയുന്നേക്കാം ഒരിക്കലും പോലും ഫുഡ് കൊണ്ടുവരാത്ത കുട്ടികളെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നതിലും നല്ലത് നമ്മളെ കുട്ടികളെ ആരോഗ്യം തന്നെയല്ല മോശം ആ സമയത്തിന് ഫുഡൊന്നും കഴിക്കാത്തരം. അപ്പം നമ്മൾ മടിയൊന്ന് കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടിഫിൻ ബോക്സ് ഒരുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഭാഗത്ത് ഓറഞ്ച് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വാൾനട്ടും കൂടി വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ 1 വർഷം മുന്നേ ആകുമ്പോഴേക്കും എൻ്റെ ഒരു വ്ളോഗിൽ അപ്ലോഡ് ചെയ്തതാണ്. എന്നൊരു ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പീസാണ്. കാണാത്തവർ എന്തായാലും ആ വ്ളോഗ്സും കാര്യങ്ങളെല്ലാം കണ്ടോ കേട്ടോ. ഈ ഒരു 5 റെസിപ്പീസും ഞാൻ എൻ്റെ വ്ളോഗ്സിൽ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ എന്തായാലും ഞാൻ എന്നെ മറന്ന് ഇതെല്ലാം ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനൊന്നും കൂടി നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. കാര്യം നമ്മൾ കുറേ നാൾ കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് പിന്നെ നമ്മൾ മറന്നു പോലെ കണ്ട ഐറ്റംസ് പിന്നെ നമ്മൾ മറന്നു പോലെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്നുകൂടി ടിഫിൻ ബോക്സ് നമ്മളിങ്ങനെ മാറിയല്ലേ ഉണ്ടാക്കി വരാം. ഇന്നുണ്ടാക്കിയത് നാളെ ഉണ്ടാക്കില്ല. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത റെസിപ്പി വെജിറ്റബിൾ റൈസാണ്. അതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം വെജീസ് ഉണ്ടോ അതെല്ലാം എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ക്യാപ്സിക്കം എന്തായാലും എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഗീയോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചെയ്യൂലേ കറാമ്പൂ പട്ട ഏലക്ക. കറാമ്പൂ ആകുമ്പോൾ ഒരു 2-3 കറാമ്പ് മതി. ഏലക്ക ആകുമ്പോൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് പട്ട, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് ചേർത്ത് കൊടുക്കുക. തക്കോല ഉണ്ടെങ്കിൽ തക്കോലം ചേർത്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ടില്ലേ ഇതിലേക്ക് 2 ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ 1 ഉള്ളി നിങ്ങൾ എത്ര വെജീസ് എടുക്കുന്നോ അതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയെല്ലാം എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഉള്ളി 2 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. 1 ഉള്ളിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അതിലേക്കില്ലേ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് വെജീസാണോ ഇല്ലേ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഫ്രൈ ആയിട്ട് വരുമ്പം ഇതിലേക്ക് ബാക്കിയുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക.
പിന്നില്ലേ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലേക്ക് ഫുഡ് ഐറ്റംസ് നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണം ഇന്നത് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരു ബോക്സിൽ കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 പച്ചമുളക് കുട്ടികളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, നമുക്ക് ലഞ്ച് ബോക്സിൽ അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1-2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം കട്ടാക്കിയതാണ്. ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് കട്ടാക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. വെജീസെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ റൈസിന് ആവശ്യമുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മളിപ്പം 2 കപ്പ് റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 3.5 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വെജീസിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. റൈസ് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാനില്ലേ നല്ലോണം ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കഴുകി ഊറ്റി വെച്ച ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു കൈപ്പിടി നിറയെ മല്ലിയില പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് തിളച്ചിട്ട് ഒരു എന്താ പറയുക, തിളച്ചിട്ട് ബബിൾസ് വരുന്ന ടൈം ഉണ്ടാവില്ലേ, അന്നേരം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നിലെ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് 1 ഇഞ്ച് കൂടുതലായിരിക്കണം വെള്ളം. അപ്പം നമുക്ക് ഏത് മസാലയായാലും ഇറച്ചിച്ചോറാണെങ്കിലും മന്തി ആണെങ്കിലും നമ്മൾ മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം 1 ഇഞ്ച് വലിപ്പത്തിൽ 1 ഇഞ്ച് നീളത്തിൽ മാത്രം റൈസിൽ നിന്ന് 1 ഇഞ്ച് പൊങ്ങിയിട്ട് വേണം വെള്ളം ഉണ്ടാവാൻ വേണ്ടിക്ക്. എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബബിൾസ് വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കുക്കാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡിയാവും. നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം, ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് കട്ടാക്കി കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ചിക്കൻ 65 ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ പാർട്ടി വ്ളോഗ് ചെയ്തിട്ടില്ലേ, അതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇർഫാന ഷംഷീർ പാർട്ടി വ്ളോഗ് അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ 65 റെസിപ്പീസ് എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പീസ് കിട്ടും കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പീസ് ഞാൻ 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കെ. ഇതും ഞാനൊരു വ്ളോഗിൽ ചെയ്ത റെസിപ്പി തന്നെയാണ്. 1 വർഷം 2 വർഷം എങ്ങാനും ആയിട്ടുണ്ടാവും ഈ വ്ളോഗ് ചെയ്തിട്ട്. കണ്ടോക്കട്ടെ. ഇപ്പോഴും ഞാൻ ഒരുപാട് ടിഫിൻ ബോക്സ് റെസിപ്പീസും പാർട്ടി വ്ളോഗും സ്നാക്സ് റെസിപ്പീസും എല്ലാം ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടെല്ലാം എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടോക്കട്ടെ. ഇഷ്ടമാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിന്. കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ കുറേ സംശയങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അടുത്ത വ്ളോഗിലെല്ലാം ഞാൻ അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയട്ടെ. പിന്നെ മുളക് പൊടിൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുളക് പൊടി നമ്മൾ പൊടിക്കുന്ന ടൈമില്ലേ അതിൻ്റെ മൊത്ത് കളയുവാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ പത്തിരിപ്പൊടിൻ്റെ റെസിപ്പി വീഡിയോ വീണ്ടും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന്. നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പം കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടി കിട്ടുന്നുണ്ട് കേട്ടോ. പച്ചരിയും ചോറിൻ്റെ അരിയും പുഴുങ്ങലരിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ പൊടിക്കാറ്. അപ്പോൾ അതിൻ്റെ പൊടി എല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാംഗോയും കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം കാണിച്ച എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പം കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നാം. അതുപോലെ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്തട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.